കേരള ഹിന്ദി അക്കാദമി യൂട്യൂബ് ചാനലിലേക്ക് 9ാം ക്ലാസ്സുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടി വി എന്ന പട്കഥയുടെ തിരക്കഥയുടെ ആക്ടിവിറ്റീസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ലൈഡ് ഷോയ്ക്ക് ഒപ്പം തന്നെ എൻ്റെ നരേഷനും ഉണ്ടായിരിക്കും. കേൾക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. टी वी पटकथा सारांश. करीब 8-10 साल की उम्र का बच्चा था गोपू. ഏകദേശം 8-10 വയസ്സ് വരുന്ന ഒരു കുട്ടിയാണ് ഗോപു. ഉസ്ക ഘർ പഹാടി ഇലാക്കെ മേം ഥാ. അവൻ്റെ വീട് ഒരു പർവ്വത പ്രദേശത്താണ്. ഉസ്കെ ഗാവ് മേം അഭി ടി വി നഹി ആയാ ഥാ. അവൻ്റെ ഗ്രാമത്തിൽ ഇതുവരെ ടി വി എത്തിയിട്ടില്ല. ലേക്കിൻ പഹാഡ് കെ ഉസ് തരഫ് കെ ഗാവ് മേം ടി വി ആയാ ഹെ. പക്ഷേ ആ മലമ്പ്രദേശത്തിൻ്റെ അടുത്ത വശത്ത്, മറുവശത്ത് ആ ഗ്രാമത്തിൽ ടി വി ഉണ്ട്. गोपू के बाबा के दोस्त मनोहर के घर में एक बार गोपू ने टीवी में 26 जनवरी की परेड देखी थी. ഗോപുവിൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ മനോഹറിൻ്റെ വീട്ടിൽ വെച്ച് ഒരു തവണ ഗോപു ടി വിയിൽ ജനുവരി 26 പരേഡ് കണ്ടിട്ടുണ്ട്. ഉസ്കോ ടി വി കാ ദൃശ്യ ഓർ ആവാസ് ജാദു സാ ലഗ. അവന് ടി വിയിലെ ദൃശ്യങ്ങളും സ്വരവുമൊക്കെ ഒരു മാജിക് പോലെ തോന്നി. ഗോപുവിനെ യഹ് ബാത്ത് അപ്നെ ദോസ്ത് ലല്ലുക്കോ ഓർ ലല്ലുവിനെ ചുന്നിക്കോ ബതായി. ഗോപു ഇക്കാര്യം തൻ്റെ കൂട്ടുകാരനായ ലല്ലുവിനോടും ലല്ലു ചുന്നിയോടും പറഞ്ഞു. ലല്ലു ഓർ ചുന്നിക്കോ ദൂസറെ ഗാവ് ജാക്കർ ടി വി ദേഖനേക്കാ ഗോപുക്ക ഐഡിയ പസന്തായ. ലല്ലുവിനും ചുന്നിക്കും അടുത്ത ഗ്രാമത്തിൽ പോയി ടി വി കാണുക എന്ന ഗോപുവിൻ്റെ ഐഡിയ വളരെ ഇഷ്ടപ്പെട്ടു. പസന്തായ, ഇഷ്ടപ്പെട്ടു. ജ്യാദ ദേർ നഹി ലഗേഗി. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഇസ്ക ഗോപുക്ക അന്താസത്ത. അതാണ് ഗോപുവിൻ്റെ ഒരു പറച്ചിൽ, അവന് ഐഡിയ ഇട്ട് വച്ചിരിക്കുന്നത്. ദോപ്പഹർക്കു നികാലേത്തോ ഷാം തക്ക് വാപ്പസായെങ്കിൽ. ഉച്ച തിരിഞ്ഞ് നമുക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം തന്നെ തിരിച്ചെത്താം. ചുന്നി യഹ് ബാത്ത് കിസിക്കോ നാ ബതായിയെ. ചുന്നി ഈ കാര്യം ആരോടും പറയരുത്. ഇസ്ലിയെ ഗോപുവിനെ ചുന്നിക്കോ മകോഡോങ്കി കസംഭി ഖിലായി. അതുകൊണ്ട് ഗോപു ചുന്നിയെ ഒരു കീടത്തെ പിടിച്ച് അതിനെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു, അല്ലെങ്കിൽ വാക്ക് വാങ്ങിച്ചു. ഓർ അപ്നി അപ്നി മാവോങ്കെ സോത്തേക്ക് തീനോം ടി വി വാലെ ഗാവ് കി തരഫ് നികൽപ്പടെ. തങ്ങളുടെ അമ്മമാർ ഉറങ്ങുന്ന സമയത്ത് അവർ 3 പേരും ടി വിയുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ബഡി മുഷ്കിൽ സെ പഹാഡ് ചട്കർ ഉസ് പാർ പഹുഞ്ചെ ഹി ഥേ कि अचानक सामने बड़ी सी बस आ गई. വലിയ കഷ്ടപ്പാട് സഹിച്ച് അവർ ആ മല കയറി മറുവശത്ത് എത്തി. പെട്ടെന്ന് ഒരു ബസ് വന്ന് അവരെ ഇടിക്കാൻ തുടങ്ങുകയും ബ്രേക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്നു. ചുന്നി തോ ആകെ നികൽകയും. ചുന്നി മുന്നോട്ട് കടന്നു കഴിഞ്ഞിരുന്നു. പർ ഗോപു ഓർ ലല്ലു ഠഗേസെ ഖടേ രഹുകെ. പക്ഷെ ഗോപുവും ലല്ലുവും അവിടെ പെട്ടെന്ന് സ്റ്റോപ്പായിപ്പോയി. ബസ് വാലേനെ ചട്കെ ബ്രേക്ക് ലഗായി. ബസ് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ഓർ ഫട്കാർ ദി. അവരെ ശകാരിച്ചു. തീനോ ഹാത്ത് പകഡ്കർ സംഗ് ജല. 3 പേരും കൈ പിടിച്ച് ഒരുമിച്ച് നടക്കുവാൻ തുടങ്ങി. മനോഹർ ചാച്ചാക്ക ഘർ അബ് ദൂർ നഹി ഥ. മനോഹർ ചാച്ചായുടെ വീട് ഇപ്പോൾ അധികം ദൂരെയല്ല. സാമനേക്ക് സബ്ജി മണ്ടിക്ക് പീछे വാലെ രാസ്തേ മേ ഹെ. മുൻപിലുള്ള പച്ചക്കറി ചന്തയുടെ പിറകിലുള്ള വഴിയിലാണ്. ഗോപുക്കു മനോഹർ ചാച്ചാക്കെ ഘർ കി പഹചാൻ ഥി. ഗോപുവിന് മനോഹർ ചാച്ചായുടെ വീട് തിരിച്ചറിയാൻ കഴിയും. ക്യോംകി, എന്താണ് കാരണം? ഛത്ത് പർ ഏക് ആൻറ്റിന ലഗാ ഹുവാ ഥ. വീടിൻ്റെ മേൽക്കൂരയിൽ ഒരു ആൻറ്റിന വച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? പർ അബ് സഭി ഛത്ത് പർ ആൻറ്റിന ഥ. പക്ഷേ ഇപ്പോൾ എല്ലാ മേൽക്കൂരകളിലും ആൻറ്റീനയുണ്ട്. ഗോപുവിനെ ഘർ പഹചാനനെ കി കോഷിഷ് കി ലേക്കിൻ സബ് ഘർ ഭി ഏക് സേ ഥേ. ഗോപു ഈ വീട് തിരിച്ചറിയാനുള്ള പരിശ്രമം നടത്തിയെങ്കിലും എല്ലാ വീടുകളും ഇപ്പോൾ ഒരുപോലെയാണ്. അബ് ഗോപു കി രുലായി ചൂട്ടുകയി. ഇത്രയുമായപ്പോഴേക്കും ഗോപുവിൻ്റെ കരച്ചിൽ പൊട്ടി. ഗോപുവിനും കരച്ചിൽ വന്നു. ഉസേ രോത്ത ദേഖ് ചുന്നി ഓർ ലല്ലു ഭി രോനെ ലഗ. അവൻ കരയുന്നത് കണ്ട് ചുന്നിയും ലല്ലുവും കരയുവാൻ തുടങ്ങി. സടക്ക് കെ ബീച്ച് 3
ബച്ചോങ്കോ രോത്ത ദേഖ് ലോഗ് ജമാ ഹോഗേ. വഴിമധ്യത്തിൽ നിന്ന് 3 കുട്ടികൾ കരയുന്നത് കണ്ട് ആളുകൾ കൂട്ടം കൂടി. ഗോപുവിനെ ബതായാക്കി വേ മനോഹർ ചാച്ചാക്ക് ഘർ TV ദേഖനെ ആയേ ഥേ. ഗോപു പറഞ്ഞു അവർ മനോഹർ ചാച്ചായുടെ വീട്ടിൽ TV കാണാൻ വന്നതായിരുന്നുവെന്ന്. ഇസി ബീച്ച് മനോഹർ ചാച്ച ഭി ആകെ. ഇതിനിടയിൽ മനോഹർ ചാച്ചായും വന്നു. ഓർ ഉനെ ഘർ ലേഗെ. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തീനോങ്കെ ഘർ ഖബർ ഭിജവ ദീ ഗയി കി പറേഷൻ നഹോ. 3 പേരുടെയും വീടുകളിലേക്ക് അറിയിപ്പ് പോയി. വാർത്ത ഖബർ അറിയിപ്പ് പോയി, പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. ഗോപു കി ബാബ ആകെ. ഗോപുവിൻ്റെ അച്ഛൻ വന്നു. ഓർ തയ ഹുവാ കി ആജ് TV ദേഖ് കർ ഹി വാപ്പസ് ജായേങ്കെ. എന്നിട്ട് തയ ഹുവ തീരുമാനമെടുത്തു, ഇന്ന് TV കണ്ടിട്ട് വാപ്പസ് ജായേങ്കെ, നാളെ തിരിച്ചു പോകാം. തീനോ ചാവ്സ് TV ദേഖനെ ബൈഠെ. 3 പേരും വളരെ ആകാംക്ഷയോടെ TV കാണാനായിരുന്നു. ഏക് ജാദുയി ആവാസായി. ഒരു മാന്ത്രിക ശബ്ദം ടിവിയിൽ നിന്ന് പുറപ്പെട്ടു. ഓർ ബക്സെ കെ കാഞ്ച് പർ ഹൽക്കി സി റോഷ്നി ഹി ഹൽച്ചൽ ഹുയി. ആ ബക്സ ടിവിയുടെ സ്ക്രീനിലെ കാഞ്ച് ഹൽക്കി സി റോഷ്നി, ഒരു ചെറിയ വെളിച്ചം, ഹൽച്ചൽ ഹുയി, അതിങ്ങനെ മിന്നിമറിഞ്ഞു. തഭി ബിജലി ചലി ഗയി. അപ്പോൾ കറണ്ട് പോയി, ഇലക്ട്രിസിറ്റി പോയി. അതോടെ അവരുടെ TV കാണലും നിന്നു. പ്രശ്നോത്തർ. പഹല പ്രശ്ന. ഗോപു കാ ഘർ കഹാ ഥാ. ഗോപുവിൻ്റെ വീട് എവിടെയായിരുന്നു? പഹാടി ഇലാക്കമേ, ഒരു പർവ്വത പ്രദേശത്ത്. ദൂസര പ്രശ്ന. കസം ഖാന സെ ക്യാ മത്ലബ് ഹെ. പ്രതിജ്ഞ എടുക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തർ. ഇസ്കാ മത്ലബ് ഹെ കിസി ബാത്ത് കി പ്രതിജ്ഞ കർണ. ഇതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒന്നിനെ പിടിച്ച് ഒന്നിനെക്കുറിച്ച് പ്രതിജ്ഞ എടുക്കുക എന്നാണ്. തീസര പ്രശ്ന. ബച്ചെ കഹാം ജാനെ കാ നിശ്ചയ കിയ. കുട്ടികൾ എവിടേക്ക് പോകുന്നതിനാണ് തീരുമാനമെടുത്തത്? ഉത്തർ. വേ ഗോപു കെ ബാബ കാ ദോസ്ത് മനോഹർ കെ ഘർ മേം TV ദേഖനെ കെ ലിയെ ജാനെ കാ നിശ്ചയ കിയ. അവർ ഗോപുവിൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ മനോഹറിൻ്റെ വീട്ടിൽ TV കാണുന്നതിന് പോകാനാണ് തീരുമാനമെടുത്തത്. മനോഹർ കാ ഘർ പഹാഡ് കെ ദൂസരെ തരഫ് കെ ഗാവ് മേം ഥ. മനോഹറിൻ്റെ വീട് ആ മലമ്പ്രദേശത്തിൻ്റെ മറുവശത്ത് ഉള്ള ഗ്രാമത്തിലാണ്. ചൗഥ പ്രശ്ന. ഗോപു കി ഇച്ഛ ക്യാ ഥി. ഗോപുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഉത്തർ. TV ദേഖന. പാഞ്ചവാം പ്രശ്ന. മനോഹർ ചാച്ച का घर पहचानने में गोपू को दिक्कत हुई क्यों? മനോഹർ ചാച്ചായുടെ വീട് തിരിച്ചറിയുന്നതിന് ഗോപുവിന് ബുദ്ധിമുട്ടുണ്ടായി, എന്തുകൊണ്ടാണ്? ഉത്തർ. മനോഹർ ചാച്ചാനെ ബതായ ഥാ കി ഉൻകെ ഘർ ഹി TV ഹെ. മനോഹർ ചാച്ച പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ TV ഉള്ളൂ എന്ന്. ഇസ്ലിയെ ഛത്ത് പർ ലഗി ആൻറ്റീന ഘർ കി നിശാനി രഖി. അതുകൊണ്ട് മേൽക്കൂരയിൽ വെച്ചിരുന്ന ആൻറ്റീനയാണ് വീടിൻ്റെ അടയാളമായി കണ്ടിരുന്നത്. ലേക്കിൻ അബ് സബ് ഘർ കെ ഛത്ത് പർ ആൻറ്റീന ഥി. പക്ഷേ ഇപ്പോൾ എല്ലാ വീടുകളുടെയും മേൽക്കൂരയുടെ മുകളിൽ ആൻറ്റീന ഉണ്ട്. ഇസ്ലിയെ ഉസ്കോ ഘർ പഹചാനനെ മേം ദിഖത്ത് ഹുയി. അതുകൊണ്ട് അവന് വീട് തിരിച്ചറിയുന്നതിന് ദിഖത്ത് ഹുയി, വലിയ ബുദ്ധിമുട്ട് ഉണ്ടായി. അടുത്തത് छठा प्रश्न. तीनों बच्चों के रोने का कारण क्या है? 3 കുട്ടികളും കരഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഗോപു മനോഹർ ചാച്ച കാ ഘർ പഹചാൻ ന സക. ഗോപുവിന് മനോഹർ ചാച്ചയുടെ വീട് തിരിച്ചറിയാൻ സാധിച്ചില്ല. അന്ധേര ഹോ രഹാ ഹേ. ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു. ലാലു ഓർ ചുന്നി ബഹുത് ഹതാശ് ഹോ ഗേ. ലാലുവും ചുന്നിയും വളരെ നിരാശരായി. ഗോപു കി ഹിമ്മത്ത് छूट गई. ഗോപുവിൻ്റെ ധൈര്യം ചോർന്നുപോയി. വഹ് റോനെ ലഗ. അവൻ കരയാൻ തുടങ്ങി. ഉസെ രോത്ത ദേഖ് ബാക്കി ദോനോം ഭി റോനെ ലഗെ. അവൻ കരയുന്നത് കണ്ട് ബാക്കി 2 പേരും കരയുവാൻ തുടങ്ങി. അടുത്തൊരു ഡയറിയാണ്. ഗോപു ഘർ പഹുഞ്ച യാദോ മേ ഖോ ഗയ. ഗോപു വീട്ടിലെത്തി
ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. ഫിർ ഡയറി ലിഖനേക, പിന്നീട് ഡയറി എഴുതുവാൻ തുടങ്ങി. ലിഖേം ഗോപുക്ക് ഡയറി, ഗോപുവിൻ്റെ ഡയറി എഴുതാം. 30 जून 2020 मंगलवार. टीवी देखने की इच्छा मन में प्रबल हो उठी. टीवी കാണുന്നതിനുള്ള ആഗ്രഹം മനസ്സിൽ വളരെ ശക്തമായി. मनोहर चाचा के घर की टीवी में देखी 26 जनवरी की परेड का दृश्य जादू सा लगा. മനോഹർ ചാച്ചായുടെ വീട്ടിൽ വെച്ച് കണ്ട ജനുവരി 26 പരേഡിൻ്റെ ദൃശ്യങ്ങൾ ഒരു മാജിക് പോലെ തോന്നി. ആംഖോമേ വഹ് ഓച്ചൽ നഹി ഹോത്ത, കണ്ണുകളിൽ നിന്ന് അത് മായുന്നതേയില്ല. ചുന്നി ഓർ ലല്ലൂസെ ടി വി കെ ജാദു കെ ബാരേമേ ബതായ, ചുന്നിയോടും ലല്ലുവിനോടും ടി വിയുടെ മാജിക്കിനെ കുറിച്ച് പറഞ്ഞു. വേഭി ടി വി ദേഖനെ ഉത്സുക് ഹുയി, അവരും ടി വി കാണാൻ താല്പര്യപ്പെട്ടു. ഇസ്ലിയെ ദൂസരെ ഗാവ് ജാനേക്ക നിശ്ചയിക്കുക, അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ബെഡി മുഷ്കിൽ സെ പഹാഡ് കി പഗ്ഡണ്ടി ചഠ, വലിയ ബുദ്ധിമുട്ടി മലനിരയിലേക്കുള്ള ഒറ്റയടിപ്പാത കയറി. ടി വിക്ക് യാദോമേ ഖോയാ ഹുവ ആകെ ബഠ, ടി വിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മതിമറന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അന്താസത ജ്യാദ ദേർ നഹി ലഗേക, ഞങ്ങൾ വിചാരിച്ചത് അധികം നേരമൊന്നും എടുക്കില്ല എന്നാണ്. ലേക്കിൻ ചാച്ചാക്ക് ഘർ പഹചാനനേക്ക് കോഷിഷ് വ്യർത്ഥ ഹുയി, പക്ഷേ മനോഹർ ചാച്ചായുടെ വീട് പഹചാനെ തിരിച്ചറിയുവാനുള്ള കോഷിഷ് പരിശ്രമം വ്യർത്ഥമായി. മുझे റുലായി ആയി, എനിക്ക് കരച്ചിൽ വന്നു. മുझे रोता देख ചുന്നി ഓർ ലല്ലു ഭി റോനെ ലഗി, ഞാൻ കരയുന്നത് കണ്ട് ചുന്നിയും ലല്ലുവും കരയുവാൻ തുടങ്ങി. അന്തുമേ മനോഹർ ചാച്ച ആയി, അവസാനം മനോഹർ ചാച്ച വന്നു. ഓർ ഹമേ ഘർ ലേ ഗയ്, ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചാവസെ ടി വി ദേഖനെ ബൈഠേ, വലിയ ആകാംക്ഷയോടെ ടി വി കാണുവാനിരുന്നു. ലേക്കിൻ ക്യാ കഹും, പിന്നെ എന്താ പറയേണ്ടത്. ദുർഭാഗ്യസെ ബിജലി ചലി ഗയി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കറണ്ട് പോയി. മേരി ഇച്ഛ വിഫൽ ഹുയി, എൻ്റെ ആഗ്രഹം വിഫലമായി, സാധിച്ചില്ല. ടി വി തോ ജാദു ഹെ, ടി വി ഒരു മാജിക്കാണ്. ഇസ്കി യാദോമേ ഖോയാ ഹുവ ബൈഠ, അതിൻ്റെ ഓർമ്മകളിൽ മുഴുകി ഇരുന്നു. കിത്തനെ ദേർ, എത്രയോ നേരം. മാലൂം നഹി, അറിയില്ല എത്ര നേരം ഇരുന്നു എന്ന്. ഇങ്ങനെയാണ് ഡയറി ഗോപു അവസാനിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം പാഠഭാഗത്ത് ഇങ്ങനെയായിരുന്നു. പട്കഥാക്കെ ആധാർ പർ താലികാക്കി പൂർത്തി കരെ, തിരക്കഥയെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന ടേബിള് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാലിയായ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ 1-2 ഉദാഹരണമൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ അതിനെ നമ്മൾ പൂർത്തീകരിച്ച് എഴുതുകയാണ്. ശ്രദ്ധിച്ചോളൂ. ദൃശ്യ, സ്ഥാൻ, സമയ, ഘടന, പാത്ര എന്നിങ്ങനെ 5 നമ്മൾ ഇതിനെ തിരിച്ചിരിക്കുന്നു. ഇത് ഒരു തിരക്കഥ തയ്യാറാക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളായിട്ട് നമ്മൾ കാണണം. നമുക്ക് നോക്കാം. ദൃശ്യ 1, ഒന്നാമത്തെ ദൃശ്യം. സ്ഥാൻ, സ്ഥലം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക്, ഗോപുവിൻ്റെ വീടിന് പുറത്തുള്ള മോശം വഴി. സമയ ദോപഹർക്ക് 2 ബജെ, ഉച്ച കഴിഞ്ഞ് 2 മണി. ഘടന, സംഭവം ഇങ്ങനെയാണ്. ഗോപു ചുന്നി ഓർ ലല്ലു കച്ചെ രാസ്തേ പർ ഖടേ ഹേ, ഗോപുവും ചുന്നിയും ലല്ലുവും ആ വഴിയിൽ നിൽക്കുന്നു. ഗോപു ചുന്നിക്കോ മകൗട പകടാത്തെ ഹുയെ കസം ഖിലാത്ത ഹേ, ഗോപു ചുന്നിയെ ആ കീടത്തെ പിടിപ്പിച്ച് പ്രതിജ്ഞ എടുപ്പിക്കുന്നു. ഇതാണ് അപ്പോൾ നടക്കുന്ന ദൃശ്യത്തിൽ നടക്കുന്ന സംഭവം. ഇതാണ് കഥാപാത്രങ്ങൾ. പാത്ര ഗോപു, ചുന്നി ഓർ ലല്ലു. അങ്ങനെ ഒന്നാമത്തെ ദൃശ്യം നമ്മളിവിടെ തയ്യാറാക്കി. രണ്ടാമത്തേത് നോക്കുക. സ്ഥാൻ പഹാഡ് കി പഗ്ഡണ്ടി, മലനിരകളിലേക്കുള്ള ഒറ്റയടിപ്പാത. സമയ ദോപഹർക്ക് 3 ബജെ, സമയം ഉച്ച കഴിഞ്ഞ് 3 മണി. ഘടന, സംഭവം അവിടെ നടക്കേണ്ടത് ഇതാണ്. ബच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं, കുട്ടികൾ വളരെയധികം പരിശ്രമിച്ച് മലമുകളിലേക്കുള്ള ഒറ്റയടിപ്പാത കയറിക്കൊണ്ടിരിക്കുന്നു. കഥാപാത്രങ്ങൾ ഗോപു, ചുന്നി ഓർ ലല്ലു. तीसरा ദൃശ്യ മനോഹർ ചാച്ചാക്ക് ഘർ കാ കമര, മനോഹർ ചാച്ചായുടെ വീട്ടിലെ മുറി. സമയം സുബഹ് കെ 8 ബജെ, പ്രഭാതത്തിൽ 8 മണി.
घटना टीवी पर 26 जनवरी की परेड देखता. ടിവിയിൽ ജനുവരി 26 പരേഡ് കാണുന്നു. കഥാപാത്രങ്ങൾ ഗോപു, ബാബ ഓർ മനോഹർ ചാച്ച. ഗോപുവും അച്ഛനും മനോഹർ ചാച്ചയുമാണ് കഥാപാത്രങ്ങൾ. 4-ാമത്തെ ദൃശ്യം സ്ഥാൻ പഹാടി സടക്ക്. മലമുകളിലേക്കുള്ള വഴി. സമയം ശാം കെ 4 ബജെ. സമയം വൈകുന്നേരം 4 മണി. ഘടന സടക്ക് പാർ കർണേക്ക് കോഷിഷ്. വഴി മറികടക്കാനുള്ള, ക്രോസ് ചെയ്യുന്നതിനുള്ള പരിശ്രമം. ഗോപു, ചുന്നി ഓർ ലല്ലു കഥാപാത്ര. ദൃശ്യ 5 കസ്ബേക്ക് സബ്ജി മണ്ഡി. ആ ഗ്രാമത്തിലെ പച്ചക്കറി ചന്ത. ഷാം കെ 5 ബജെ. വൈകുന്നേരം 5 മണി. ചുന്നി രോത്തി ഹെ. ചുന്നി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തീനോ ഹാത്ത് പകടുകർ ചലത്തെ ഹെ. 3 പേരും കൈപിടിച്ച് മുന്നോട്ട് നടക്കുന്നു. കഥാപാത്ര ഗോപു, ചുന്നി ഓർ ലല്ലു. 6-ാമത്തെ ദൃശ്യം കസ്ബേക്ക് ഗലി. ഗ്രാമത്തിലെ തെരുവാണ്. ഷാം കാ സമയം വൈകുന്നേരം. മനോഹർ ചാച്ച കാ ഘർ പഹചാനേക്ക് കോഷിഷ്. മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കുന്നതിനുള്ള, തിരിച്ചറിയുന്നതിനുള്ള പരിശ്രമം. ലേക്കിൻ അസഫൽ ഹോ ജാത്താ ഹെ. പക്ഷേ അത് വിഫലമായി മാറുന്നു, സാധിക്കുന്നില്ല. കഥാപാത്രങ്ങൾ ഗോപു, ചുന്നി ഓർ ലല്ലു. 7-ാമത്തെ ദൃശ്യം സ്ഥാൻ സ്ഥലം. ഗ്രാമത്തിലെ വഴി. സമയ ദേർ ഷാം കാ സമയം. ഇരുട്ടിയിരിക്കുന്ന നേരം. ഘടന സംഭവം ഇങ്ങനെയാണ്. ഭീഡ് ജമാഹെ. ജനക്കൂട്ടം കൂടുന്നു. ബच्चे रो रहे हैं. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കസ്ബെ കെ ലോഗ് ഉനെ ചുപ് കരാ രഹേ ഹെ. ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് അവരെ നിശബ്ദരായിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഥാപാത്രങ്ങൾ ഗോപു, ചുന്നി, ലല്ലു, മനോഹർ ഓർ ഭീഡ്. 8-ാമത്തെ ദൃശ്യം മനോഹർ ചാച്ച കാ ഘർ. മനോഹർ ചാച്ചയുടെ വീട്. രാത്രി കാ സമയം രാത്രി. നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന സംഭവം ഇങ്ങനെയാണ്. തീനോ ടി വി ദേഖനെ ബൈഠേ ഹെ. 3 പേരും ടി വി കാണാനിരിക്കുന്നു. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വിയിൽ നിന്ന് സ്വരം വരുന്നു. തഭി ബിജലി ചലി ജാത്തി ഹെ. അപ്പോൾ കറണ്ട് പോകുന്നു. കഥാപാത്രങ്ങൾ ഗോപു, ചുന്നി ഓർ ലല്ലു, മനോഹർ ഓർ ബാബ. പട്കഥയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഈ ടി വി എന്ന പട്കഥയ്ക്ക് ആധാരമായ ഒരു കഥയുണ്ട്. പാഠപുസ്തകത്തിൽ അങ്ങനെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുന്നതിനല്ല, അധിക വായനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ ആ കഥയുമായി നമുക്ക് കാണാം. ഏറെ സ്നേഹത്തോടെ നല്ല പഠന ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് രാജേഷ് സാർ.